ഹലോ ഗൈസ്, എല്ലാവർക്കും ജിനീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ശംഖുമുഖം ബീച്ചിലാണ്. മുന്നേക്കെ ഇവിടെ കളിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ കടലിലൊന്നും ഇറങ്ങി കളിക്കാൻ കഴിയില്ല. നോക്കൂ ഗൈസ്, തീരമെല്ലാം കടലെടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് വന്നു പോകുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകാം. ഇറ്റ്സ് മീ, ഫോളോ മീ. ഇവിടെ തീരം നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണെങ്കിലും ഇവിടെ എല്ലാ ഞായറാഴ്ചകളും ആളുകൾ വരും. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അത് പോരാഞ്ഞ് ഇവിടെ കുറേ കടകളുണ്ട്. അവിടെ കുട്ടികൾക്ക് പറ്റിയ ടോയ്സും ഇവിടെ അവൈലബിൾ ആണ്. പോരാഞ്ഞ് മുതിർന്നവർക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. കരഞ്ഞല്ല പറ്റത്, കണ്ണീരെല്ലാം അവളല്ല കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. ഞാനിപ്പോൾ ഈ പാട്ട് പാടി എന്തിനെന്നറിയാവോ? ഞാനിവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞു ഗായകനെ ഞാൻ കണ്ടു. വേടൻ തന്നെ സ്വന്തം വേദിയിൽ വിളിച്ചു വരുത്തി പാട്ട് പാടിച്ച ഒരു കുഞ്ഞു ഗായകനെ ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം. പേരെന്താ? മോൻ വേടൻ്റെ ഓട്ടത്ത് പാടിയൊക്കെ ഞാൻ കണ്ടിരുന്നല്ലോ. വേടനെ ഭയങ്കര ഇഷ്ടമായിരുന്നോ? വേടൻ്റെ ഏതൊക്കെ പാട്ട് മോൻ കേട്ടിട്ടുണ്ട്? കുറേ പാട്ട് കേട്ടിട്ടുണ്ട്. എല്ലാം. ഏതൊക്കെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോന്? നീർനിലങ്ങളിൽ. ഏത്? നീർനിലങ്ങളിൽ. നീർനിലങ്ങളിൽ അടിമയാരുമയാരി നിലങ്ങളായിരം പേര് തിരിച്ചതാലി തിരിച്ച പേലിൽ കുലം മുടിച്ചെത്ര പേര് മുതുകൂന്തലക്ക് താണമിനി മറ്റന്നാൾ. നീർനിലങ്ങളിൽ അടിമയാരുമയാരി നിലങ്ങളായിരം പേര് തിരിച്ചതാലി തിരിച്ച പേലിൽ കുലം മുടിച്ചെത്ര പേര് മുതുകൂന്തലക്ക് താണമിനി മറ്റന്നാൾ. മോൻ്റെ ഇഷ്ടഗായകൻ വേടനാണല്ലോ. അപ്പോൾ ഫസ്റ്റ് വേടനെ കണ്ടപ്പോൾ മോൻ എന്താണ് തോന്നിയത്? സന്തോഷം. വേടൻ എടുത്തപ്പോഴോ? പാട്ട് പാടാം. വേടൻ്റെ മുൻപിൽ പാട്ട് പാടിയപ്പോൾ എന്ത് തോന്നി മോന്? സന്തോഷം. അന്ന് ഏത് പാട്ടാ മോൻ പാടിയത്? നീർനിലങ്ങളിൽ. വേറെ ഏതൊക്കെ പാട്ടറിയാമോ? പാട്ട് പറയാം. എങ്കിൽ കടലമ്മ കരഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുമോ? കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിൻ്റെ മക്കളാ കടലിൻ്റെ. മോന് വലുതാവുമ്പോൾ എന്താവാനാണ് ആഗ്രഹം? റാപ്പർ.
വേടന്റെ എത്ര വേദിയിൽ മോൻ പാടിയിട്ടുണ്ട്? 2. ഇനി മോൻ വേടനെ എന്നാ കാണുന്നത്? അറിഞ്ഞൂടാ. കാണാൻ ആഗ്രഹമുണ്ടോ മോന്? ഓ, ഓക്കെ മോനെ, ഓൾ താങ്ക് യു. കാര്യം വന്നിട്ട് ഞാനൊരു ബാൻഡിലെ മെമ്പറായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ വേടനായിരുന്നു മെയിൻ ഗസ്റ്റ്. അങ്ങനെ അവിടെ പോയി നമ്മളെ പ്രോഗ്രാമിന് എല്ലാം നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വേടൻ്റെ പ്രോഗ്രാമായിരുന്നു. ആ ടൈമിന് നിന്ന് ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാം ഫാമിലി ആയിട്ടാണ് പോകാറ്. അപ്പോൾ അങ്ങനെ പോയി കണ്ട് അവന് പിറ്റേ ദിവസം ഞങ്ങളുടെ ചോദിച്ചു, അച്ഛാ ആ പാട്ടൊക്കെ കൊള്ളായിരുന്നു, അതാരാണ് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പിന്നെ ഇപ്പോൾ അവൻ ആ പാട്ടെല്ലാം കേൾക്കാൻ തുടങ്ങി. ആദ്യം ഫസ്റ്റ് പഠിച്ചത് വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിരുന്നു. അത് പഠിച്ച് അപ്പം ബാക്കി ഓരോ ഞാൻ നോക്കുമ്പോൾ എത്രയും വേടൻ്റെ ഇൻ്റർവ്യൂകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെന്തോ ഒരു ഉള്ളിലൊരു അവനോടൊരു ഇഷ്ടം അന്ന് തോന്നിയത്. അത് 2023 ആ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അതിനുശേഷം പിന്നെ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങി ആ ഒരു ഹൈപ്പിലേക്ക് കയറിയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പുള്ളി ഞങ്ങളെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത് നമ്പറൊക്കെ തന്നായിരുന്നു. അപ്പം അതൊക്കെ പിന്നെയാണ് നമ്മൾ താമസിച്ചാണ് അതൊക്കെ കാണുന്നത്. അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ 1 പഠിച്ചു 2 പഠിച്ചു, അത് കഴിഞ്ഞ് പാട്ടുകളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാര്യം റാപ്പ് സോങ് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു കൾച്ചറും അതിനകത്ത് തന്നെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലായിരുന്നാൽ കൂടിയും കുറേ വേർഡ്സുകൾ അതിനകത്ത് സൈലൻ്റ് ആണ്. മലയാളത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് മലയാളത്തിൽ വരുന്ന വാക്കുകൾ കുറച്ച് നമുക്കേ കിട്ടാൻ പാടാണ്. പക്ഷേ ഇവൻ അങ്ങനെ അത് പഠിച്ചു എന്ന് വെച്ചാൽ എനിക്കൊന്ന് അതിശയമാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ അമ്മ പ്രൊഫസറായിരുന്നു സംഗീത കോളേജിൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരാഴ്ച അവിടെ പഠിക്കാൻ പോയി. അതിനുശേഷം അവന് പറ്റില്ല. പിന്നെ എല്ലാവരും പഠിക്കുന്ന അത്ര ഈ റാപ്പാണ്. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു, അച്ഛാ എനിക്ക് പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇപ്പോഴും നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ, നീ കുറച്ചുകൂടെ വളർന്നതിന് ശേഷം നിനക്ക് ഓരോ ബുക്കുകൾ ഞാൻ തരാം. ആ ബുക്കുകളൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്കും നിനക്ക് മനസ്സിലാവും എന്താണ് റാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നിനക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എഴുതാനും പാട്ട് എഴുതാനും ഒക്കെ ഉള്ള ഒരു ഇത് കിട്ടും. ഫസ്റ്റ് ടൈം നമ്മൾ ഹീര കോളേജിൽ വെച്ചാണ് വേടനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2-3 വർഷത്തിന് ശേഷമാണ് വേടനെ പിന്നെ കാണുന്നത്. അപ്പോൾ ആ ടൈമിനകത്ത് ഇവനെ പെട്ടെന്നൊരു ഇതിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് പാടുമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ലപോലെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി അവന് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ സ്റ്റേജ് ഫിയർ മാറ്റിയെടുക്കണം എങ്ങനെയും. അപ്പോഴും നമ്മൾ ഈ സൺഡേസിൽ ശംഖുമുഖത്ത് വരും. ഇവിടെ നമ്മൾ മിക്കവാറും ടൈമിൽ വേടൻ്റെ പാട്ടൊക്കെ പാടാൻ അത് കൊടുക്കുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു സ്റ്റേജ് ഫിയർ അങ്ങ് മാറുന്നുണ്ട്. ഇപ്പം നല്ലൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളിത് കണ്ടില്ലേ? ഇവിടെയുള്ള ആളുകളെല്ലാവരും എന്നെ വിളിക്കുകയാണ് ഓരോന്ന് വാങ്ങാൻ. പക്ഷേ എനിക്ക് ഐസ്ക്രീമിനോട് ചെറിയൊരു ഇഷ്ടം. അങ്ങനെ ഞാനിവിടെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു മിക്സഡ് ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് വാങ്ങാം. ഇവിടുത്തെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ 60 രൂപയാണ് ഒരു ഐസ്ക്രീമിന്. മിക്സഡ് ഐസ്ക്രീമിന് 60 രൂപയാണ്. അങ്കിൾ, കച്ചവടം എങ്ങനെയാണ് ഇവിടെ? മോളെ, ഇവിടെ ശനി ഞായറാഴ്ച മാത്രമാണ് കച്ചവടം. മറ്റു ദിവസങ്ങളിൽ കച്ചവടം കുറവാണ് മക്കളെ. ഇപ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഐസ്ക്രീം മൂവിങ് കുറവാണ്, ഐസ്ക്രീം സെയിൽസ് കുറവാണ്. പൊതുവേ എല്ലാ കച്ചവടങ്ങളും കുറവാണ്. ഇന്ന് മഴയില്ലാതിരുന്നെങ്കിൽ കുഴപ്പമില്ല. മഴ വന്നാൽ പിന്നെ ഈ കച്ചവടം പോകും. തീരം പോയ ശേഷം ആൾക്കാർക്ക് ഇറങ്ങാനോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനോ പറ്റുന്നില്ല. കടലിൻ്റെ ആസ്വദിക്കാനോ ഒന്നും കഴിയുന്നില്ല. കടലിൻ്റെ കാറ്റ് കൊണ്ടോ കടലിൻ്റെ അന്തരീക്ഷം കൊണ്ടോ എല്ലാം കണ്ട് സന്തോഷിക്കാനോ ആസ്വദിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കും. എല്ലാം കടൽക്ഷോഭം കൊണ്ട് ഭയങ്കര കഷ്ടമായിട്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ശംഖും വീഴ്ചയിൽ നല്ല തിരക്കായിരിക്കും. ഇനി ഓണത്തോടു കൂടി തിരക്കുകൾ വരും. ഈ 2 മാസം കൂടെ കഴിയുമ്പോൾ, ഈ മാസം കൂടെ കഴിയുമ്പോൾ, ആഗസ്റ്റ് സെപ്റ്റംബർ കഴിയുമ്പോൾ ഇനി തിരക്കുകൾ വരും. കണ്ടോ, തിരക്ക് കണ്ടോ? നമ്മൾ പുതിയതാണെങ്കിലും ശംഖുമുഖം പഴയ ശംഖുമുഖം തന്നെ. പിന്നെ ഇവിടത്തെ കടൽ തീരമൊക്കെ നശിച്ചപ്പോൾ എന്താണ് അങ്കിളിന് പറയാനുള്ളത്? പറയാനുള്ള ഒരുപാട് സങ്കടമുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് നല്ല കടൽ തീരം ഉള്ളതാണ്, നമ്മൾ കടലിലിറങ്ങി കളിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. കടൽ എക്സ്പീരിയൻസ് കുറവാണ്. ഇപ്പോൾ കയറി വരുവാണ്, തീരം കുറഞ്ഞു.
കൽമണ്ഡപം പുരാതന കാലത്തുള്ളതാണ്. ഇവിടെ ആളുകൾ വെയിലുള്ളപ്പോൾ വിശ്രമിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ കൽമണ്ഡപം എന്ന് പറയുന്നത്. തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഈ ഒരു മത്സ്യകന്യകയുടെ ശില്പമാണ്. എന്നാൽ ഇത് വലിയൊരു പാർക്കും കൂടെയാണ്, കണ്ടില്ലേ?